കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. Praise be to the name of our Lord and Savior Jesus Christ. വീണ്ടും നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ദൈവം തന്ന നല്ല അവസരം ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. Once again, God has given us a privilege to come together in this fashion, and I praise the name of our Lord for that. ഈ ആത്മീക കാര്യങ്ങൾക്കുള്ള ഒരു പ്രത്യേകത കൂടെ പറഞ്ഞ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങട്ടെ. ഏതൊരു കാര്യവും സ്വന്തമായ ജീവിതത്തിൽ ആ യൂണിറ്റ് ഇല്ലെങ്കിൽ സഭയായ യൂണിറ്റിൽ നമുക്കത് സന്തോഷമാവില്ല. One thing I want to remind you in the beginning itself, that if there is no spirituality in an individual, we will not be able to see that spirituality in the church as well. ഉദാഹരണത്തിന് വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലാത്ത ഒരാൾക്ക് സഭയുടെ പ്രാർത്ഥന ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് തോന്നുന്നു. For example, if somebody does not have personal prayer in his life, he will not have any interest in praying in the church as well. ദൈവവചന പഠനവും അങ്ങനെയാണ്. വ്യക്തിപരമായ വചന പഠനം ഇല്ലെങ്കിൽ നമുക്ക് സഭാപരമായ പഠനവും സമയം തീർന്നു കിട്ടിയാൽ മതി എന്ന് തോന്നുന്നു. If a person is not interested in personally reading and meditating the word of God, he will not be interested in studying the word of God at the church as well. കർത്താവ് 3.5 വർഷക്കാലം തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഞാനാണെ പഠിപ്പിക്കില്ല, കാരണം അവർക്കൊന്നും മനസ്സിലായില്ല. The Lord endeavored to teach his disciples for 3.5 years. കാരണം കർത്താവിന് അറിയാമായിരുന്നു അവർക്കത് മനസ്സിലാവില്ല. The Lord had understood that they would not understand all of his teachings. എന്നിട്ട് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ചെന്നിട്ട് പറയുകയാണ്, ഇതാകുന്നു ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞത്. After dying, being buried and risen up, he went back to the disciples and said, this is exactly what I had been teaching you. എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞത് തിരിയാൻ പോകുന്നേ ഉള്ളൂ, മനസ്സിലാകാൻ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ബുദ്ധിയെ തുറന്നു. That's when he told that he explained to them that this is what I had taught you previously. എന്ന് പറഞ്ഞാൽ ഈ സെർവർ ഓപ്പൺ ആയത് 3.5 കൊല്ലം കഴിഞ്ഞിട്ട്. Their understanding had been opened up after his resurrection. എന്ന് പറഞ്ഞാൽ ദൈവവചനം മനസ്സിലായില്ലെങ്കിൽ പോലും വായിക്കുന്നവന് ദൈവം എപ്പോഴെങ്കിലും പൊരുൾ തിരിച്ചു തരും. Even if you do not understand the word of God, please continue to read the word of God, and God will sometime open your mind so that you can understand the word. ഞാൻ പറഞ്ഞതുപോലെ ആ ഷണ്ണന് മനസ്സിലായിട്ടില്ല, പക്ഷെ ദൈവം അദ്ദേഹത്തിന് പൊരുൾ തിരിച്ചു കൊടുത്തു. As we learned yesterday, the Ethiopian eunuch did not understand the word of God, but the Lord later on opened his mind so that he can understand the word. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. ദിവസങ്ങളിൽ നാളിതുവരെ വായിച്ചതിനേക്കാൾ ഒരു 5 മിനിറ്റെങ്കിലും കൂടുതൽ ദൈവവചനം വായിക്കാൻ തയ്യാറാകും. Let me kindly remind you today that take a little more interest in reading the word of God. വലിയ ഒരു തീരുമാനം 1 മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. തീർപ്പാൻ വകയുള്ളത് തീരുമാനിച്ചാൽ മതി. Do not take a big decision to read the word for an hour or so, but take small decisions and interest to read the word of God. ആത്മീക തീരുമാനങ്ങൾക്ക് ആവേശമല്ല അടിത്തറയായിരിക്കുന്നത്. പണ്ട് സുവിശേഷീകരണത്തെ കുറിച്ച് ആരോ പ്രസംഗിച്ചപ്പോൾ കാൽനടയായി ഞാൻ ശ്രീലങ്കയ്ക്ക് പോകുന്നൊക്കെ ആരാണ്ട് തീരുമാനം എടുത്തെന്ന് കേട്ടിട്ടുണ്ട്. We do not need too much enthusiasm when it comes to reading the word of God. Previously, somebody had so mentioned that he would spread the gospel by foot, traveling all the way to Sri Lanka. നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമല്ല ശ്രീലങ്ക എന്ന് പോലും ചിന്തിക്കാനുള്ള ബോധമില്ലാതെയാണ് ആവേശം തീരുമാനം എടുക്കുക. Out of enthusiasm, the person said so. അതുകൊണ്ട് ആത്മീക തീരുമാനങ്ങൾക്ക് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാകേണ്ടതിന് ഈ ദിവസങ്ങൾ വചനം വായിപ്പാൻ നിങ്ങളെ പ്രത്യേകം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. I would like to encourage you to read the word of God these days. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് മുഖവരായിട്ട് പറയട്ടെ. ഞാൻ പഠിപ്പിക്കുന്ന ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും വിശദീകരണം ആവശ്യമുള്ളതോ വചനവിരുദ്ധമെന്ന് തോന്നുന്നതോ എന്നെ അറിയിക്കാൻ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകനിലൂടെയോ തയ്യാറാകുക. മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. Secondly, I would like to remind you that if you find there is anything wrong in that I am teaching you, you have all the freedom to either contact me through the WhatsApp or you can contact your pastor as well. മലയാളത്തിൽ ഒരു ശൈലി ഉണ്ടല്ലോ, പണ്ട് എന്ത് വിവരക്കേടും പറയാൻ പറ്റുമായിരുന്നു പള്ളിയിൽ. അതുകൊണ്ടാണ് പൊട്ടത്തരം പറയുമ്പോൾ അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഏത് വിവരക്കേടും പറയുന്നതല്ല ഇത് പറയുന്നതിന് ഞാൻ അക്കൗണ്ടബിൾ ആണ്.
I am accountable for every word that I speak over here. യൂദയുടെ ലേഖനം ഒരു ചെറിയ ലേഖനം, എന്തുകൊണ്ട് ഇത് അവസാനമായി വന്നുപെട്ടത്? The book of Jude is a small epistle. Why has it come towards the end of the Bible? അതിന്റെ പ്രസക്തി കുറവുള്ളത് കൊണ്ടായിരിക്കില്ല നിശ്ചയമായും. It is certainly not because it is of less importance. നമുക്കറിയാം ബൈബിളിലെ എഡിറ്റിംഗിൽ ലേഖനങ്ങളുടെ എഡിറ്റിംഗിന്റെ പ്രാധാന്യത നമ്മൾ നോക്കിയാൽ അത് അതിന്റെ വലിപ്പം നോക്കിയിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. When we look at the editing of the Bible, it has gone with the size of the particular epistle or the book. പൗലോസ് എഴുതിയ ലേഖനങ്ങളെല്ലാം പ്രാരംഭമായി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഓതേഴ്സിന്റെയും അടുക്കി വന്നപ്പോൾ വലിപ്പത്തിൽ ചെറുതായത് അവസാനം വന്നേ ഉള്ളൂ. We see the Apostle Paul has been arranged together, and then like that various apostles have been brought up together, and the smaller epistles have come together. അല്ലാതെ ആശയപരമായി ചെറുതായത് കൊണ്ടല്ല യൂദ അവസാനമായത്, ആ വലിപ്പം അനുസരിച്ച് ചെറുതായത് കൊണ്ടാണ്. It is not because the thought is a small one, just because the epistle is small, it has come towards the end. യോഹന്നാന്റെ ലേഖനം ചെറുതാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ എന്ന് വരുമ്പോൾ അത് ചെറുതായിരിക്കുന്നില്ല. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനം ചെറുതായിരിക്കുന്നത്. We see that the epistle of Jude is small, and that is why it is coming towards the end of the Bible. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നാം പുതിയ നിയമത്തിലെ ലേഖനങ്ങളുടെ പ്രസക്തി എന്നത് ഒന്ന് മെൻഷൻ ചെയ്ത് ചിന്തിച്ചിരുന്നു. That is why yesterday we spoke a little about the importance of the New Testament books. പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ സന്തതിയെ പ്രതീക്ഷിച്ചിരിക്കാൻ ഒരു കാലമുണ്ടായിരുന്നു. So in the time of the forefathers, there was a time when they were expecting a child out of a virgin. ന്യായപ്രമാണത്തിന്റെ കാലഘട്ടത്തിൽ അവർക്കൊരു മശിഹ എന്നൊരു വെളിപ്പാട് സ്ത്രീയുടെ സന്തതിയായി കാത്തിരിക്കാമായിരുന്നു. In the time of the law, they were expecting a Messiah through a virgin birth. എന്നാൽ ഈ പുതിയ നിയമകാലത്ത് ഇനി കാത്തിരിക്കാനുള്ളത് കാത്തിരിക്കുന്നവരുടെ അഥവാ രക്ഷിക്കപ്പെട്ടവരുടെ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയും വരാനിരിക്കുന്ന മറ്റുള്ളവരുടെ ന്യായവിധിയുമാണ്. So in the New Testament, we are expecting the salvation or the glorification of the believers and the judgment of the unbelievers. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ജനം ഏതെങ്കിലും ഒന്നിൽപ്പെടുന്നവരാ, ഒന്നുകിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പോയി നശിച്ച് ന്യായവിധി പ്രാപിക്കുന്നവർ. So there are two categories of people here. There are the people who believe in their ultimate salvation and glorification, and there are the others who will end up in eternal judgment. അതുകൊണ്ട് നാം ഏതിൽ പെടണം എന്ന് നാം തീരുമാനിക്കുമ്പോൾ നമ്മെ ഇൻസ്ട്രക്ട് ചെയ്യാനുള്ളത് ലേഖനങ്ങളാണ്. So when we belong to either one of these categories, let us understand that we are being instructed by these epistles. ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. How should we live this Christian life? This is being taught to us by the word of God. എവിടെ ജനിക്കണമെന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമില്ല, എങ്ങനെ മരിക്കണമെന്നും എനിക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമില്ല, പക്ഷെ എങ്ങനെ ജീവിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. I don't have the right to choose how I will be born. I don't have the right to choose as to how I will die as well. But how to live this Christian life, I can make that choice. കാരണം ജീവിതത്തിന്റെ ഈ മിഡിൽ സെഗ്മെന്റ് ഇല്ലേ, അത് നമ്മുടെ കയ്യിലാണ്, അത് നമ്മുടെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ്. Because the middle segment of our life belongs to us, and we have to make the right choice here. ജനനവും മരണവും തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടായിരുന്നത് യേശുവാണ്. കർത്താവ് നല്ലതല്ല തിരഞ്ഞെടുത്തത്. The Lord Jesus had the right. He could choose about his birth, and he could choose about his death, and he did not choose a good one. എനിക്കൊക്കെ അങ്ങനെ വല്ല അവസരം ഉണ്ടായിരുന്നേ, വല്ല ബക്കിംഗ്ഹാം കൊട്ടാരമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കാൻ നോക്കിയാനെ. പക്ഷേ യേശു തിരഞ്ഞെടുത്തത് വളരെ നികൃഷ്ടമായത് തിരഞ്ഞെടുത്തു. If I had been given that choice, I would have chosen to be born in a palace. But Jesus took a very lowly birth. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ മിഡിൽ കാലഘട്ടമില്ലേ, അവിടെ നമ്മുടെ വിൽ പവറിന് വലിയ പ്രാധാന്യത ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. So the choices we make about our life, in that our willpower is very important. ഒന്നുകിൽ യേശുവിന് വേണ്ടി ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കാനുള്ള കഴിവ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ജീവിച്ചു പോയി നശിക്കാനുള്ള തീരുമാനവും നമുക്ക് എടുക്കാം.
Either you can choose for Jesus and you can choose eternal life, or you can choose to live without Jesus and end up in eternal damnation. ആത്മീക കാര്യങ്ങളിൽ നിലനിൽക്കുന്ന പിതൃത്വവും പുത്രത്വവും ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് ചിലപ്പോൾ ബാലശിക്ഷ കൊണ്ട് ചിലത് അല്ലി കിട്ടിയെന്ന് വന്നേക്കാം. അതും കൂടെ കൈവിടപ്പെട്ടാൽ കർത്താവ് നമ്മളെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, ന്യായവിധിക്ക് വേണ്ടി വെക്കുകയുള്ളൂ. Sometimes even after discipline, if you do not correct yourself, the Lord will just leave you for eternal damnation. ആ ആത്മീക ബോധ്യം നമുക്കുള്ളത് കൊണ്ട് തന്നെ ഓർക്കുക, ക്രിസ്തീയ ജീവിതം എന്നൊരു നിസാര കാര്യമല്ല, വിലപ്പെട്ടൊരു കാര്യമാണ്. Therefore, please do not forget that Christian life is not something of low importance. It is an important thing in our life. ഇട്ട് തട്ടിക്കളിക്കാനും ആവശ്യമില്ലാത്തതിലെല്ലാം ഇടപെടാനും അവസാനം പോയി കഴുകാനുമുള്ള ഒരു പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. Christian life is not to be taken lightly, wherein you get involved in every other thing and then finally expect to be cleansed and escape. പിതാവായ ദൈവത്തിന്റെ പുത്രന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപമാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് പണിയെടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മളൊക്കെ. We are expected to imitate the nature of Christ and become glorified as the Son, the Lord Jesus Christ. അതുകൊണ്ട് ഈ മോൾഡിംഗ് പീരീഡിൽ നാം എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാതെ പോകുന്നത് നമ്മുടെ നഷ്ടത്തിന് കാരണമുണ്ടാക്കും. Therefore, we are at a big loss if we do not know what is to happen in our lives during this molding period. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രസക്തമായത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് ആവശ്യമായ വെളിപ്പാട് നൽകട്ടെ. Therefore, that is why I said, like yesterday, we have to discern as to what has to happen in our lives with the Lord working in our lives. കൂടുതൽ പേർക്കും ഈ കാലഘട്ടത്തിൽ താല്പര്യമുള്ളത് ഐഹിക വിഷയങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ പല കാര്യങ്ങളും ദൈവം അത്ഭുതം ചെയ്താൽ അത് ആത്മീകമാണെന്ന് തെറ്റിദ്ധരിക്കാനാണ് കൂടുതൽ അവസരം. So many people want to think that if the Lord has done any miracle in their life, that is going to be something spiritual. ഈ കാണുന്ന ഭൗതിക നന്മകളുടെ അല്ലെങ്കിൽ വിഷയങ്ങളുടെ അത്ഭുതങ്ങൾ ആത്മീകവൽക്കരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. There is no point in spiritualizing all the material blessings that the Lord is giving in your life. എന്റെ ശരീരം ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കിയാലും ഇത് മരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തേ പറ്റൂ. Even if the Lord miraculously heals my body of any sickness, it will end up in death finally. എന്റെ ദൈവം ഒരു നല്ല വീട് അത്ഭുതകരമായി എനിക്ക് തന്നാലും അത് ഇവിടെ നിട്ടേച്ച് പോയേ പറ്റൂ. Even if the Lord miraculously gives me a house over here, I will have to leave it one day. ലോകത്തിലെ സുഹൃത്ത് ബന്ധമാകട്ടെ മറ്റെന്തുമാകട്ടെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു എന്നത് നമുക്ക് വലിയ ആത്മീയ കാര്യമൊന്നുമല്ല. Be it even any friendly relationship or any other miracle that is happening in my life over here, if I am not able to take it to eternity, it is not so important. യേശു അത്ഭുതം ചെയ്യില്ല എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, സുവിശേഷങ്ങളിൽ കാണുന്ന അത്ഭുതമൊക്കെ സഭയ്ക്ക് വേണ്ടിയുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. We should understand that the miracles that Jesus did, it is not mainly for the church. നമുക്കറിയാം യേശു ക്രിസ്തു തന്റെ അത്ഭുതങ്ങളെ കുറിച്ച് യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം നാം വായിക്കുന്നുണ്ട്. Jesus once described about the miracles that he did to the disciples of John the Baptist. വരുവാനുള്ളവൻ നീ തന്നെയാണോ, ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കുരുടന്റെ കണ്ണു തുറക്കുന്നുണ്ട്, ചെകിടന്റെ കാത് തുറക്കുന്നുണ്ട്, ഊമൻ സംസാരിക്കുന്നുണ്ട്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ഇത് അവിടെ പോയി പറയാൻ പറഞ്ഞു. So when John the Baptist once inquired through his disciples about whether Jesus is the Messiah or not, he explained that the blind can see, the deaf can hear, the dumb can talk again. You can go and tell him this. എന്ന് പറഞ്ഞാൽ അന്ന് കുരുടന്റെ കണ്ണു തുറന്നതും ഊമൻ സംസാരിച്ചതും ചെകിടൻ കേട്ടതും ഒക്കെ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, യേശു മശിഹയാണെന്ന് തെളിയിക്കാനായിരുന്നു. So doing all of these miracles was not basically for the church, it was to reveal that Jesus is the Messiah. അതുകൊണ്ട് യേശു അത്ഭുതം ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, സുവിശേഷങ്ങളിലെ അത്ഭുതങ്ങളെ ക്ലെയിം ചെയ്യാനല്ല രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു.
So the believers are not expected to claim all the miracles that has happened in the Gospels. അക്കാലത്ത് ഒരു രോഗി ഒരു കുരുടനെ കണ്ടപ്പോഴും പറഞ്ഞു, ഇവനും ഇവന്റെ അമ്മയപ്പന്മാരും ഒന്നും തെറ്റ് ചെയ്തിട്ടല്ല, ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിവാകണം, അതിനുവേണ്ടി ഇവനെ നേരത്തെ കുരുടനാക്കി വിട്ടതാണ്. ഒറ്റ കാരണം എന്ത്? അന്നാളിൽ കുരുടന്റെ കണ്ണ് തുറന്നു വരണം. One of the miracles was that a blind man got healed, and that was not because of the sin of his parents. It was because God's name had to be glorified. അതുകൊണ്ട് അത്ഭുതങ്ങൾ എന്നതിന്റെ പിന്നാലെ നമുക്ക് അധികം പ്രസക്തിയില്ല. ഒരു കാര്യം ഓർക്കുക, ഏറ്റവും വലിയ അത്ഭുതം പാപിയായിരുന്നവനെ ദൈവവൈതലാക്കിയത്. Let us all remember that the greatest miracle is that a sinner comes to the faith. നരകത്തിന് പോകാൻ വിധിക്കപ്പെട്ടവനെ ദൈവത്തിന് ദത്തെടുക്കാൻ പറ്റിയത് കഴിഞ്ഞ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം. The greatest miracle is that the person who was condemned to go to hell has been saved by God. ധനവാന്റെ പടിക്കൽ കിടന്ന ലാസറിന് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയില്ല. We know about Lazarus who was at the doorstep of the rich man. He did not get healed by prayer. നല്ല ഒരു വീട് കിട്ടിയില്ല, നക്കാൻ നായ അല്ലാതെ വേറെ കൂട്ടുകാരെ കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷേ ലോകം കാണാത്ത ഒരു നിത്യജീവൻ അവന്റെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. So he did not get a fancy house, he did not get any material blessings, but he got eternal life. അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമായി നാം മനസ്സിലാക്കുന്നത് ഭൗതിക നന്മകളിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളല്ല, ആത്മിക നന്മകളാണ്. Now let us all understand that the greatest miracles of God is the spiritual blessings, and it is not the material possessions that we have. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമായി മുന്നോട്ട് വരുന്നവർ പോലും പിന്നത്തേതിൽ ഭൗതികതയിലേക്ക് തിരിഞ്ഞു പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. We see many people who are interested initially in spiritual things, and later on they turn to material possessions, get interested in materialistic blessings. യേശുവിന്റെ അടുക്കൽ വചനം കേൾക്കാൻ വേണ്ടി ആവലോടെ ഇരുന്നിട്ട് തലേ ദിവസം ഭക്ഷണം ദൈവം അത്ഭുതകരമായി ഫീഡ് ചെയ്ത് വിട്ട ഭക്തന്മാരെ കുറിച്ച് നാം കാണുന്നുണ്ട്. We see many people who are fed even by Jesus. കാരണം അവർക്ക് ദൈവവചനമായിരുന്നു വലുത്, അത് അല്ലാതെ അപ്പം തിന്നാനേ അല്ല അവർ വന്നത്. They were more interested in listening to the word of God. They had not come to eat food from the hands of Jesus. ആത്മീയ താല്പര്യത്തിൽ വന്ന അവര് പിറ്റേ ദിവസം വന്നപ്പോ കർത്താവ് ചോദിച്ചു, നിങ്ങൾ അപ്പം തിന്നിട്ടാ വരുന്നത്, അപ്പം നോക്കിയിട്ടാ വരുന്നത്, ആത്മീയം നോക്കിയിട്ടല്ല. So they were interested in spiritual things, but then Jesus came and Jesus asked them, you had eaten the food, and that is why you are coming back again. പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ ഇന്റൻഷൻ മാറി. So within a single day their intention had changed. തലേ ദിവസം ദൈവവചനത്തിന് താല്പര്യം ഉണ്ടായിരുന്നവൻ അപ്പം കിട്ടിക്കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം അപ്പത്തിന് താല്പര്യമുള്ളവനായി മാറി. The previous day when he was interested in spiritual things, after he had got the bread, he is now interested in materialistic things. രക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ആത്മീക താല്പര്യം പെന്തക്കോസ്തിലെ വളർച്ച കൊണ്ട് ഭൗതിക താല്പര്യമായി മാറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. If you have lost your spiritual interest that you had, and then you are turning to materialistic blessings, you need to be careful now. അതുകൊണ്ട് ആത്മീക വിഷയങ്ങൾ സംബന്ധിച്ച് ലേഖനങ്ങൾ നമുക്ക് തരുന്ന ആലോചനകൾ നമ്മെ നിത്യതയിലേക്ക് നടത്തുവാൻ പര്യാപ്തമായി തീരണം. So therefore, let us understand that the lessons that we learn from the epistles are enough so that we can enter into eternity. യൂദ തന്റെ ലേഖനം എഴുതുവാൻ താല്പര്യപ്പെടുന്ന വിഷയം മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. We see the main intent of the epistle of Jude in the verse 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ. Dear friends, although I was very eager to write to you about the salvation we share. നമുക്കറിയാം, ബൈബിൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആത്മരക്ഷ എന്ന വിഷയമാണ്. We all know that the greatest topic of the Bible is none other than salvation. അതിൽ കുറഞ്ഞ ഒരു വിഷയമേ മറ്റെവിടെയെങ്കിലും കാണാനുള്ളൂ. There is no other greater topic in the Bible. അതുകൊണ്ട് പൊതുവിലുള്ള രക്ഷ എന്നത് ഒരു നിസാര വിഷയമേ അല്ല എന്നിരിക്കെ തന്നെ ദൈവം അവരോട് പറഞ്ഞു അതേക്കുറിച്ച് എഴുതണ്ടായിരുന്നു. Even though we know that the salvation of the soul is the greatest topic, we understand here that the Holy Spirit is telling him not to write about that.
എഴുതണ്ട എന്ന് പറയുന്നത് രക്ഷ എന്ന വിഷയം വേണ്ടാത്തതായതുകൊണ്ടല്ല. He is telling him not to write about salvation, not because salvation is not important. രക്ഷയ്ക്ക് ഒരു പ്രാധാന്യതയുള്ളത്, പ്രത്യേകതയുള്ളത്, ഇത് പബ്ലിക്കിനോട് പ്രസംഗിക്കാൻ കറക്റ്റാ. One thing about salvation is that it is good to be spoken to the public. ഇത് പിന്മാറ്റക്കാരോട് പ്രസംഗിക്കാനും കറക്റ്റാ. It is even good to talk to a backslider. ഇത് വിശ്വാസിയോട് പ്രസംഗിക്കാനും കറക്റ്റാ. It is even good enough to talk to a believer. എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോക്കാരന്റെ കോട്ട് പോലെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയ ഒരു സബ്ജക്റ്റ് ആണിത്. It is just like the coat that you use in the studio. It is apt for any and every person. എല്ലാവർക്കും പൊതുവിലുള്ള രക്ഷയാണ്. This salvation is open to all people, all mankind. അതുകൊണ്ട് രക്ഷ എന്ന വിഷയത്തെ കുറിച്ച് എഴുതാതെ വിഷയത്തിൽ നിന്നൊരു ഡീവിയേഷൻ ഉണ്ടാകുന്നു. So we are finding a deviation from salvation into another topic. എന്നിട്ട് ഈ ആ ടോപ്പിക് ഇതാണ്: വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിക്കുക. So we see that the topic here, I felt I had to write and urge you to contend for the faith that was once for all entrusted to the saints. എന്ന് പറഞ്ഞാൽ ആ സബ്ജക്ട് പബ്ലിക്കിനോടുള്ളതല്ല. So that topic is not for the public. അത് പിന്മാറ്റക്കാരനോടുള്ളതുമല്ല. And it is not for the backslider as well. ഇത് വിശുദ്ധന്മാർക്ക് മാത്രം എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളതാണ് ഈ ലേഖനം. This is written exclusively to the saints. It is written exclusively to the believers. അവർ വിശ്വാസം സ്വീകരിച്ചവരാകയാൽ അവർ അതിനു വേണ്ടി പോരാടി അധ്വാനിക്കേണ്ടതുണ്ട്. These people have been saved by the faith and now they have to contend for the faith. അതുകൊണ്ട് വിശ്വാസം സ്വീകരിച്ച ദൈവമക്കളുടെ സ്റ്റെബിലിറ്റിയും അതിനുള്ള നമ്മുടെ ഉത്തരവാദിത്വവും എടുത്തു കാണിക്കുന്നതാണ് ഈ സബ്ജക്ട്. So this subject is mainly about contending for the faith and our stability in the faith. അതുകൊണ്ട് ഈ വിധത്തിൽ അതിനെ എടുത്തു കാണിക്കുകയാണ്. വിശുദ്ധന്മാർക്ക് ഇതിനകത്ത് ചില ഡ്യൂട്ടി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. So let us understand here that the saints of God have certain responsibilities and duties. ചിലരെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷന് കൈപൊക്കി പെന്തക്കോസ്റ്റിൽ പാട്ടും പ്രാർത്ഥനയും കൂടെ നടന്നാൽ സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ആയെന്നുള്ള ചിന്തയുള്ളു. Some people believe that they have reserved a place for themselves in heaven if they have raised their hand in a convention and they continue to sing some spiritual songs. വേദങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്: ഐരാവതത്തിന്റെ വാലിൽ പിടിച്ച് ദേവലോകത്ത് പോയവരെ കുറിച്ച് പറഞ്ഞു. So there is a saying in the Vedas that you catch the feet of God and you can enter into heaven. എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് അങ്ങ് പോകാൻ ഒരു വഴി കണ്ടുപിടിച്ചിരിക്കുക. Which means that they have easily found a way to enter into the kingdom of God. ഇതുപോലെ സ്വർഗത്തിലേക്ക് ഈസി ആയ ഒരു വഴി നമ്മൾ കൺവെൻഷന് കർത്താവിനെ സ്വീകരിച്ചു, നമ്മൾ വല്ല ദശാംശവും കൊടുത്ത് പാടുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആണെന്നൊരു ചിന്താഗതി നമുക്ക് വരാറുണ്ട്. Many times we think that if you have raised your hand in a convention and you're giving your tithes and doing certain things, you can enter into heaven. രക്ഷിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ ഒരുപാട് സമയത്തിന്റെ പരിപാടിയൊന്നുമില്ല. It is not such a hard thing, or it will not take you too much time to be saved. നിത്യതയിലേക്ക് പോകുമ്പോൾ രൂപാന്തരപ്പെടാനും അധിക സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. So when you to go into eternity, it wouldn't take much time. ശരീരത്തിന്റെ രൂപാന്തരത്തിന് നമുക്ക് അധിക സമയം എടുക്കാറില്ല. For the transformation of the body, it would not take much time. ഒന്നുകൂടെ പറഞ്ഞാൽ നീതീകരണത്തിനും മഹത്വീകരണത്തിനും നമുക്ക് അധികം സമയങ്ങളൊന്നും ആവശ്യമില്ല. So for righteousness and for glorification, you would not need much time in your life. പക്ഷേ ജീവിക്കാനുള്ള നീതീകരണം, നമ്മുടെ ജസ്റ്റിഫിക്കേഷന്റെ ഈ കാലഘട്ടമില്ലേ, സാങ്ക്ടിഫിക്കേഷന്റെ ഈ കാലഘട്ടം അത്ര ഈസി അല്ല. So when it comes to justification, when it comes to sanctification, that is not an easy thing in your life. അതുകൊണ്ട് ജസ്റ്റിഫിക്കേഷനും ഗ്ലോറിഫിക്കേഷനും എന്നതങ്ങ് തൽക്കാലം ഒന്ന് അവിടെ പോസ് ചെയ്തിട്ട് സാങ്ക്ടിഫിക്കേഷൻ എന്ന നമ്മുടെ ഈ കാലഘട്ടത്തെ നമുക്കൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. So keeping aside righteousness and glorification, let us put our focus on sanctification.
ഈ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നൊരു പണി നമുക്കുണ്ട്. So we have a duty or a responsibility to contend for the faith that was given to us. അതൊരു ഐഡിയൽ ലൈഫ് അല്ല, അത് നമുക്കൊരു നിഷ്ക്രിയ അവസ്ഥയല്ല, നമുക്കുള്ള ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യത അതിനകത്ത് എടുത്തു കാണിക്കുന്നു. So that is not being idle or being lazy. We have a responsibility here to contend for the faith. താല്പര്യമില്ലാത്തവന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനുണ്ടാവില്ല. So those who are not interested has no role over here. നമുക്കറിയാം, നാടകത്തിനാണെങ്കിലും നായയുടെ വേഷം കെട്ടുന്നെങ്കിൽ കുറയ്ക്കാൻ തയ്യാറുള്ളവൻ കെട്ടിയാലേ വിജയിക്കൂ. We also know that when for example, for a play, if you are dressed up like a dog, only if you know how to bark, it will suit you. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്തവൻ പെന്തക്കോസിൽ വന്നു പെട്ടാൽ അവൻ പെട്ടുപോയതോ. So if a person does not want to really live a holy life and he has come to the Pentecostal faith, he is in the wrong place. കാരണം എന്താണെന്നറിയാമോ, വിശുദ്ധന്മാർക്കുള്ള വിശ്വാസം സ്വീകരിച്ചിട്ട് ജീവിക്കാൻ തയ്യാറല്ല, പോരാടാൻ തയ്യാറല്ലെങ്കിൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ സുഖമില്ല, നിത്യതയില്ല. So if a person does not want to, a believer does not want to contend for the faith, he is a loser at both the places, in the church and even in the world as well. എന്ന് പറഞ്ഞാൽ ലോകസുഖം ഇവന് കിട്ടുകയല്ല, കാരണം ഇവനൊരു നേർച്ചക്കോഴി പോലെ ആയിപ്പോയി. നിത്യത ഇവന് കിട്ടുകയല്ല, ഇവനൊരു രൂപാന്തരവും. Because such a person is not enjoying the pleasures of the world, and he is not going to get the kingdom of God as well. അതുകൊണ്ട് അത് അവന് പറ്റിയ ഫീൽഡേ അല്ല ആത്മീയത. For such a person, being in the spiritual world is not the right place. അതുകൊണ്ടാണ് ലേഖനങ്ങൾ ശക്തമായും ആത്മീക ജീവനിലേക്ക് വരാത്തവരെ താക്കീത് ചെയ്യുകയും വാൺ ചെയ്യുകയും ചെയ്യുന്നത്. That is why the epistles very clearly say that if a person is not interested in spiritual things, the word of God gives a very strict warning. കുളിച്ചിട്ട് വീണ്ടും ചെളിയിലേക്ക് തിരിയുന്ന പന്നിയോ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായെന്നോ ശക്തമായി ബൈബിൾ പറയാൻ കാരണം നമ്മുടെ പഴയ അവസ്ഥയിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ കുറിച്ചുള്ള വാണിംഗ് ആണ്. The Bible is giving the analogy of a pig that has taken bath and going back to its to the dirty place. It is giving the example of a dog that is eating its own vomit. So the Bible is strictly warning about such backsliders. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ചില പോരാട്ടങ്ങളുണ്ട്. For a child of God who has come to the faith, we are certainly having certain battles. നിങ്ങൾ നോക്കുക, പോരാട്ടം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിൽ മനസ്സിലാകുന്ന സാധനം എന്തായിരിക്കും? So when you talk about the spiritual battle, what do you mean in Pentecostal terms? നമുക്ക് ആകെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം പിശാചിനോട് പോരാടണം. So we all know that we have a spiritual battle against Satan. ഞാൻ പിശാചിന്റെ ആളല്ല, അവന് വേണ്ടി വാദിക്കുകയുമല്ല. I'm not a person for Satan, and I'm not an advocate for him. പക്ഷേ ഒരു കാര്യം ഓർക്ക്, പുതിയ നിയമസഭ എവിടെയെങ്കിലും പിശാചിന്റെ പുറകെ നടന്ന ഒരു ചരിത്രം ബൈബിളിലുണ്ടോ? But in the history of the church, has there ever been a time when the church has been behind Satan? അരയോപകമധ്യേ പൗലോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ചുറ്റുപാടുള്ള ബന്ധനങ്ങളൊക്കെ ബന്ധിച്ചിട്ടാണോ സുവിശേഷം പ്രസംഗിച്ചത്? We know when Paul had stood up, did he did he cast out all the demons in a particular place and then he stood up and preached? ഇന്നത്തെ കാലഘട്ടത്തിൽ ദേശവ്യാപാരങ്ങളെ ബന്ധിക്കാനൊക്കെ ആൾക്കാർ നടക്കുന്നത് കാണാം. We see nowadays that people always cast out all the principalities and powers before they do their preaching. ഏതെങ്കിലും വിധത്തിൽ ദൈവസഭയോട് പിശാച് എതിർക്കുമെങ്കിൽ അത് 1-ാം നൂറ്റാണ്ടിലെ 120 പേരോടായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക. If at all the devil had a serious warfare, it would have been with those 120 people who had received the Holy Ghost. കാരണം ആകെ സഭ അതേ ഉള്ളൂ, അവരോട് പോരാടാൻ എളുപ്പമാണ്, സകല ശക്തിക്കും അവിടേക്ക് അങ്ങ് എത്താമായിരുന്നു. Because at that time that was the only church, and all of the demonic forces could have fought with those people. എന്നാൽ നമുക്ക് അവിടെ പിശാചിനെ ശാസിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. There we see that they are not fighting against the devil there. പിന്നീട് സഭയിൽ എവിടെയെങ്കിലും പിശാചിനെ ശാസിച്ച ഒരു ചരിത്രം നമ്മൾ കണ്ടില്ല. Then we have not seen the casting out of demons anywhere there in the church, in the history. പബ്ലിക്കിൽ അത്
ചെയ്യുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൽ ആ വിധത്തിൽ പൊസസ്ഡ് ആൾക്കാരുടെ മേലെ ശുശ്രൂഷ നടന്നിട്ടുണ്ട്. The church is the people in the church are doing that in the public, but not within the church. അപ്പൊ ചർച്ചിനകത്ത് ഈ പിശാച് എന്ന് പറയുന്ന പരിപാടി എവിടെ നിന്നുണ്ടായിന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. So I myself is not understanding when we are talking about demonic forces working within the church. അല്പം അരി അധികം വെന്ത് പോയാൽ അത് പിശാചിന് കുറ്റം, കൊച്ചു കയ്യിൽ നിന്ന് താഴെ വീണ അതും പിശാചിന് കുറ്റം. So for various reasons that is happening within the home, we are blaming Satan. എല്ലാ കാര്യത്തിനും പിശാചിനെ കുറ്റം പറയുന്നതിൽ ഒരു സുഖം കണ്ടെത്തിയ ചിലരുണ്ട്. അവർ പ്രാർത്ഥിക്കാനിരുന്നാലും പിശാചെന്നേ ഉള്ളൂ. So many people have this tendency to blame Satan for any and everything in their life. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ടു, ഏതാണ്ട് ടിവിയിൽ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ കറണ്ട് പോയപ്പോ സാത്താനെന്ന് ശാസിക്കുന്നത്. The other day, when a person was watching the TV and the electricity had gone, then they started casting away the demon. പിശാചിനെ എല്ലാറ്റിലും കുറ്റം പറയുന്നതിൽ അവരവർക്ക് എന്തോ ഒരു സംതൃപ്തി വരുന്ന യൂണിറ്റായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ ചിലരെങ്കിലും മാറി. Some of the believers find satisfaction in blaming Satan for anything in their life. ബൈബിൾ പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. The Bible clearly says resist the devil in your life. അതിന്റെ അർത്ഥത്തിൽ തന്നെ നമുക്കറിയാം, പോരാട്ടമല്ല, റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So it is talking about resisting and not having a spiritual warfare. എന്റെ വാച്ചിന്റെ അടിയിലെ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. Behind my watch it is mentioned it is water resistant. അതിന്റെ അർത്ഥം വാച്ച് വെള്ളത്തെ കണ്ട ശാസിക്കുമെന്നല്ല. It doesn't mean that when the watch sees the water it casts it out. ഈ വാച്ച് വെള്ളത്തെ ഓടിച്ചു വിടുമെന്നും അതിന് അർത്ഥമൊന്നുമില്ല. It doesn't mean that this watch is going to want to throw away water from it. വാച്ചിരിക്കുന്ന ഏരിയയിലെങ്ങും വെള്ളം വരികയില്ലെന്നും അതിന് അർത്ഥമില്ല. It doesn't mean that wherever the watch is, water is not going to come in that place. പക്ഷെ അതിന്റെ അർത്ഥം ഇതാണ്, വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടതൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. Which means which actually means that the watch is manufactured in such a way that the water is not going to seep inside. അതുപോലെ പിശാചിനോട് റെസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞ അതിന്റെ അർത്ഥം പിശാചിനെ ഓടിക്കണമെന്നോ ഈ ഏരിയയിലെങ്കിലും പിശാച് പാടില്ലെന്നോ പിശാചിനെ കണ്ട ആക്രമിക്കുമെന്നോ അല്ല, പിശാചിന് ഇങ്ങോട്ട് കയറാനുള്ള ഇട ഇതിനകത്ത് ഉണ്ടാക്കരുതെന്ന. So which the Bible really mentions that there should not be we should not make any space within our life so that the devil may come into our lives. നിങ്ങൾ നോക്കുക, പലപ്പോഴും ഈ വിധത്തിൽ റെസിസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട്, കയ്യിലിരിപ്പ് നല്ലതല്ലാത്തത് കൊണ്ട് പിശാചിനെ ശാസിക്കൽ ഒരു പണിയാക്കി മാറ്റിയിരിക്കും. Let us understand here something, that just because we are not resisting the devil and the things that we are doing are not right, that we are taking an excuse to cast away Satan. പണ്ട് കുവൈറ്റ് യുദ്ധം നടന്നല്ലോ. ആ കാലഘട്ടത്തിൽ സഖ്യകക്ഷികളൊക്കെ വിലപ്പെട്ട ആയുധങ്ങൾ കൊണ്ടുവന്ന് ഈ യുദ്ധത്തിന് ഉപയോഗിക്കുമ്പോൾ സദ്ദാം ഹുസൈൻ താഴെ ഡെമ്മി ഉണ്ടാക്കി വെച്ച് ഇത് മുഴുവൻ അതിന്റെ മുകളിൽ പാഴാക്കി കളഞ്ഞു. So we know at the time of the Gulf War, the Allied forces had brought all their weapons, but Saddam Hussein had made dummies of the same. എന്താ സംഭവിച്ചത്? ഇത്രയും വിലപ്പെട്ട, ഇത്രയും പൈസ മുടക്കി, ഇത്രയും അധ്വാനിച്ച ഈ സാധനം ഡെമ്മിക്ക് മുകളിൽ കളയുമ്പോൾ സദ്ദാം ഹുസൈൻ കൈകൊട്ടി ചിരിച്ചു. So what had happened here is that when the Allied forces had used all of these upon the dummies, Saddam Hussein was happy. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിലപ്പെട്ട സമയം മുഴുവൻ പിശാചിനെ ശാസിച്ച് നടക്കുന്നത് കണ്ട് പിശാചിരുന്ന് ചിരിക്കുക. When the children of God are spending their precious time casting away Satan, that is what the satanic forces are doing. They're just happy. ജീവിക്കാൻ തയ്യാറല്ലാത്തവൻ എപ്പോഴും മറ്റൊരുവനെ കുറ്റം പറയുന്നതിൽ തൃപ്തി ഉണ്ടാകുന്ന ഒരു മനസ്സുള്ളവനാണ്. A person who does not want to contend for the faith and wants to blame others, he finds satisfaction in blaming others. നിങ്ങൾ നോക്കിയാൽ അറിയാം, ലേഖനങ്ങളിലെ ചരിത്രം മുഴുവൻ നോക്കൂ, അവിടെ ശാസിക്കുന്നത് പിശാചിനെ അല്ല, നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവനെയാണ് പരസ്യമായി ശാസിക്കുന്നത്. You look throughout the apostles, the warnings are not or it is not talking about casting of the demons. It is all talking about warnings against people who are working in the flesh.
ചിലരെ സാത്താൻ പിടിച്ചുകൊണ്ട് പോയല്ലോ എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്, ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ എന്നാണ്. The Bible clearly mentions that some people went behind Satan. അതുകൊണ്ട് തന്നെ സാത്താൻ ആരെയും പിടിച്ചോണ്ടല്ല പോകുന്നത്, നാം സ്വയമായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. So Satan is not snatching anybody. We ourselves are going behind these things. സാത്താന് അകത്ത് വരാൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് സാത്താൻ ഇടം കിട്ടുന്നത്. There is enough and more software within us so that Satan has a foothold. അതുകൊണ്ട് ലോക സ്നേഹമോ ജഡ സ്നേഹമോ നമ്മുടെ എല്ലാ പാപ സ്വഭാവങ്ങളും നമുക്കുണ്ടായിരിക്കെ നാം സാത്താൻ ഇടം കൊടുക്കാതിരുന്നാ മതി, അല്ലാതെ സാത്താനെ ശാസിച്ചുകൊണ്ട് നടക്കണ്ട. Therefore, let us not give room for worldly love or fleshly desires in our life. And if we have any of these things, that is a foothold for Satan in our life. നമ്മുടെ പാരമ്പര്യ സ്വഭാവം അനുസരിച്ച് നമുക്ക് മറ്റൊരാളെ കുറ്റം പറയുന്നത് സുഖമാണ്. According to our old nature, we find particular satisfaction in blaming other people. കർത്താവ് ഏദൻ തോട്ടത്തിൽ ഹവ്വയോട് ചോദിക്കുന്നു, ഹവ്വ എന്താ പറയുന്നത്? സാത്താൻ എന്നെ ചതിച്ചു. ഓക്കെ, We see in the Garden of Eden, the Lord is asking Eve, and then she says, Satan had deceived me. എന്നാൽ ആദാമിനോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? What happened when the Lord had asked Adam? നമ്മളാണ് എന്ത് പറഞ്ഞേനെ? If it was us, നോക്കുക, അവിടെ നാം കാണുന്നത് ആദാമിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ഇങ്ങനെയാണ്, നീ എന്റെ കൂടെ ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ എനിക്ക് തന്നു. Say Adam's reply, you have given me this lady in my life and she has given me this. എന്ന് പറഞ്ഞാൽ കുറ്റവാളി ഞാനല്ല, നീയാണ്. Which means that he's not taking the blame upon himself, he is putting the blame on the Lord himself. എന്ന് പറഞ്ഞാൽ നീ എന്റെ കൂടെ ഇരിപ്പാൻ തന്ന ഈ സ്ത്രീയാണ് ഇതിന് കാരണം. You gave me a lady in my life and she is the reason behind all of this. സ്വന്തമായി തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു സ്വഭാവം നമുക്ക് കുറവാണെന്ന സത്യം. So we do not have a habit of taking all the blame upon ourselves. അതുകൊണ്ട് പോരാട്ടം എന്ന് പറഞ്ഞ് പിശാചിനെ കുറ്റം പറയുന്നത് തന്നെ ജീവിക്കാൻ തയ്യാറല്ലാത്തവന്റെ പണിയാണ്. So the one who is always blaming Satan is a person who does not want to take the responsibility and who does not want to live the spiritual life. ഏദനിൽ പിശാച് മാത്രമായിരുന്നു കുറ്റവാളിയെങ്കിൽ ആദാമിനെ ഹവ്വയെ ശിക്ഷിച്ച ദൈവം കുറ്റവാളിയാകുമായിരുന്നു. If Satan was the only person who was at fault at the Garden of Eden, God was not doing the right thing. കാരണം അവിടെ തെറ്റ് ചെയ്തവനെ മാത്രമല്ല ശിക്ഷിക്കാൻ അവകാശമുള്ളൂ. That is because God, we see that God had punished not only Satan, he had punished Adam and Eve as well. സോ ഏദനിൽ ആകട്ടെ എവിടെയും ആകട്ടെ കുറ്റവാളി സാത്താൻ മാത്രമാണെങ്കിൽ മറ്റുള്ളവർ നീതിയുള്ളവരാണെന്ന് സമ്മതിക്കേണ്ടി വരും. So wherever we see punishment is given, if only Satan is being punished, then the other people should be declared righteous. അതുകൊണ്ട് തന്നെ അവരവരുടെ തെറ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ് ആത്മികനും ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ പോരാട്ടം ഈ പിശാചിന്റെ പുറകെ ഓട്ടമല്ല. So let us understand our own problems, and our job is not to condemn Satan or to blame Satan all the time. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ പിശാചിനെ ഓടിക്കലല്ല, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കലാണ്. Contending for the faith is not blaming Satan all the time, it is making some corrections in our life. അതുകൊണ്ട് പോരാട്ടം നമുക്കുള്ളത് പിശാചിനോട് പോരാടാൻ ഒരൊറ്റ പണി ചെയ്താൽ മതി, അവന് പറ്റിയതൊന്നും എന്നിലില്ല എന്ന് ഉറപ്പാക്കിയാൽ മതി. Let us make sure that there is no such thing in our life that gives him space in our life. That is how we can contend for the faith. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചതാണ് വിശ്വാസമെങ്കിൽ അതിൽ നിലനിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. If the faith has been once handed over to Satan, to the believers, we have a responsibility to continue in that faith. നമുക്കറിയാം, ഒരിക്കലായിട്ട് ഒരാൾക്ക് ഒരു സാധനം കിട്ടിയാൽ അതെങ്ങനെയായിരിക്കും സൂക്ഷിക്കുക? If a person has received something once in his life, how careful will he be with that thing?
നമ്മുടെ റേഷൻ കടയുടെ ബില്ല് പോലെ ആയിരിക്കുമോ റേഷൻ കാർഡ് സൂക്ഷിക്കുക? അല്ല. Do we keep our ration card just the way that we keep the bill itself? പാസ്പോർട്ട് സൂക്ഷിക്കുന്നത് സാധാരണയുള്ള ഒരു ഐഡന്റിറ്റി പോലെ ആയിരിക്കുമോ? Will you keep your passport like any other identity in your life? അതിനൊക്കെ അർത്ഥം എന്താ? ഒരിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ളതോ കൂടുതൽ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ടുന്ന ഒന്നാണ്. Something that is very precious is given to you, you will be very careful with that. അതുകൊണ്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചതാണ് വിശ്വാസമെങ്കിൽ അതിൽ നിലനിൽക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്വം കൂടുതലുള്ള ഒരു കാര്യം. So it is our great responsibility that we have to contend for the faith that is once given in our life. ഒറ്റ പ്രാവശ്യമായിട്ട് ദൈവം ഇത് തന്നിരിക്കുന്നത്. It is given only once in your life. അത് സൂക്ഷിക്കണമെന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. So taking care of it or contending for it is our responsibility. ആ ഉത്തരവാദിത്വം നമുക്ക് ബോധ്യമില്ലെങ്കിൽ നമ്മൾ ഇതിനെ അശ്രദ്ധമായി ഉപയോഗിക്കും. If you don't fully understand the importance of it, you will be very careless with it. അതുകൊണ്ട് യൂദ ലേഖനം എഴുതുമ്പോൾ കർത്താവ് പറഞ്ഞു, രക്ഷയെക്കുറിച്ചല്ല എഴുതേണ്ടത്, ദൈവം ഏൽപ്പിച്ച വിശ്വാസം സ്വീകരിച്ച കുറച്ചു പേരിവിടെ ഉണ്ട്, അവരെ പ്രബോധിപ്പിച്ച് എഴുതണമെന്ന്. That is why when the Holy Spirit reminded Jude, told him to not to write about the salvation, but reminded him to write about contending for the faith. അത് അതിൽ നിലനിൽക്കുന്നതും വളരുന്നതുമായ ഒരു സ്റ്റേജ് ദൈവമക്കൾക്ക് ഉണ്ടായേ പറ്റൂ. So the children of God should understand about contending and continuing in the faith. നമുക്കറിയാമല്ലോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഇന്ന് വിളിച്ച ഒരു ഇന്റർവ്യൂ ചെയ്താൽ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥന, ദൈവവചന ധ്യാനം, കൂട്ടായ്മ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യവും രക്ഷിക്കപ്പെട്ട കാലത്ത് എന്നാ സന്തോഷമായിരുന്നു. If you take an interview about of the believers, they will all tell you about the prayer and the Bible meditation and the fellowship that they had in their initial days. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇന്ന് പണ്ടത്തെ അത്രയും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതാണോ അതോ പുറകോട്ട് പോയെന്നാണോ? What does that mean? That I have gone backwards in my spiritual journey? വളർന്ന് വളർന്ന് പടവലങ്ങ പോലെ താഴോട്ടായെന്ന അർത്ഥം. Have I really gone backwards in my spiritual journey, or am I growing in the faith? പണ്ടായിരുന്നു പ്രാർത്ഥന നല്ലത്, ഇന്നില്ല. Before prayer was very important for me, now it is not. പണ്ടായിരുന്നു ആത്മീയ സന്തോഷം നല്ലത്, ഇന്നില്ല. Before the joy in living this Christian life was abounding, now it is not. പണ്ടായിരുന്നു വചനധ്യാനത്തിന് സമയം ഉണ്ടായിരുന്നത്, ഇപ്പോ ഇല്ല. Before I had a lot of time to read the Bible, but now I don't have that. ഇന്ന് നമുക്ക് സമയമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ തയ്യാറല്ല. Now it is not that I don't have the time, I'm not even ready for it. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിനിമ കാണാൻ 3 മണിക്കൂർ എടുക്കുമായിരുന്നു. Before coming to the faith, you would take 3 hours to watch a movie. പേപ്പർ വായിക്കാനും സീരിയൽ കാണാനും മറ്റ് രാഷ്ട്രീയം പറയാനും കോവിഡ് ചർച്ച ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. We had a lot of things to do, worldly stuff. ആ സമയമൊക്കെ രക്ഷിക്കപ്പെട്ട എനിക്ക് ലാഭമായി. Now when I have come to the faith, I don't have time for all of those things. അതിന്റെ 10-1 എടുത്തത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറായിട്ടുണ്ട്. Do you use even 1/10 of the time to read the word of God? ചോദിച്ചാ പറയും, ഞാൻ മാനസാന്തരത്തിൽ അങ്ങ് വലിയ ആളാണ്. If you ask them, they'll tell you that I'm a sincere child of God. അളന്നു നോക്കിയാൽ ഒന്നും ബാക്കി. But if you check his life, there is no such thing as നമ്മുടെ ആത്മീയതയുടെ അളവുകോൽ നാം ഇന്ന് എന്തായി തീർന്നു എന്നതിൽ ആനന്ദിക്കുന്നതല്ല, നാം എത്ര വളർന്നു എന്നതിന്റെ തെളിവാണ്. So how do you measure your spiritualness? It is by how much you have grown in Christ. ഞാൻ പറയട്ടെ, ഞാൻ സുവിശേഷ വേലക്കാരനാണ്. ഒരു കാര്യം അറിയാം, ദൈവവേല ചെയ്യുന്നത് പോലും ആത്മീയ വളർച്ചയുടെ ലക്ഷണമല്ല. Let me tell you something. Doing the work of God is not a sign of your spiritual maturity. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ, അതാണ് വലുത്. The Lord said that it is not in the casting away of demons. The greater thing is that your name is written in the Lamb's book of life. നിങ്ങളെ
ഈ സോങ്സ് ഓഫ് സോളമൻ ഉത്തമഗീതത്തിന്റെ പുസ്തകം ഒന്ന് എടുക്കാമോ? Can you turn your attention to Song of Solomon? അതിന്റെ 1-ാം അധ്യായം എടുക്കുക. Go to chapter 1. അതിന്റെ 6-ാമത്തെ വാക്യം, അതിന്റെ സെക്കൻഡ് പാർട്ട്. ആ 1-ാം അധ്യായത്തിന് എടുത്തവരൊന്ന് ശ്രദ്ധിക്കണേ. ഉത്തമഗീതം 1-ാം അധ്യായം 6-ാം വാക്യം, അതിന്റെ സെക്കൻഡ് പാർട്ട്, ലാസ്റ്റ് 2 ലൈൻസ്. അവിടെ ഇങ്ങനെ കാണുന്നത്, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാണ്. അങ്ങനെ ഒരു പറഞ്ഞാൽ ഇവിടെ നാം കാണുന്നത് ദൈവം നമ്മെ ഒരു സാധ്യം സ്വന്തമായത് ഏൽപ്പിച്ചു. The Lord has given us something to own. പക്ഷേ സ്വന്തമായ മുന്തിരിത്തോട്ടത്തെക്കാൾ നാട്ടുകാരുടെ മുന്തിരിത്തോട്ടത്തിൽ കുറുക്കം കയറി നോക്കാനായിരുന്നു നേരം മുഴുവൻ. Even the Lord, though the Lord has given us a vineyard to take care, we do not have time for that. We are having time only to look into somebody else's vineyard. ഒരുപാട് പേരെ സ്വർഗ്ഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു കൊണ്ടുവന്നു. So many people have been recruited to come into the kingdom of God. ഒരുപാട് പേരെ വചനം പഠിപ്പിച്ചു. You have taught so many people the word of God. ഓൺലൈനിൽ കുത്തിയിരുന്ന ഓസ്ട്രേലിയയിൽ വരെ ദൈവവചനം പഠിപ്പിച്ചു. Sitting in an online platform, I have taught the word of God as well. എന്നിട്ട് സ്വന്തം ആത്മീയ ജീവിതത്തിൽ ഒരു സീറോ ആയിട്ട് ജീവിച്ചു. But I have not done anything for my own spiritual life. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എനിക്ക് റെസ്പോൺസിബിലിറ്റി കിട്ടി, പക്ഷെ എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തില്ല. Here it is written that I am made the caretaker of my own vineyard, but I have not done that. നോക്കുക, ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യത ഞാൻ പാസ്റ്ററാണോ, ഞാൻ ദൈവവേല ചെയ്തോ, ഞാൻ ആൾക്കാരെ രക്ഷയിലേക്ക് നടത്തിയോ എന്നുള്ളതല്ല, മുഴുവൻ ലോകം നേടിയതിനേക്കാൾ സ്വന്തം ആത്മീയ ജീവിതം നേടിയോ എന്നുള്ളതാണ്. The greatest spiritual thing is that whether you have taken care of your own spiritual life, it is not whether you are a pastor or whether you have brought many souls to the faith. ബസ്സിനൊക്കെ ആളെ വിളിച്ചു വിടുന്നവരെ കണ്ടുകൂടെ? ബസ് സ്റ്റാൻഡില് അവരിൽ നിന്ന് തിരുവല്ല എന്ന് പറഞ്ഞ് വിളിച്ചു വിടും. ഇവരൊരാളും ഒറ്റ ദിവസം പോലും തിരുവല്ലയ്ക്ക് പോകില്ല. അവനെ കേട്ടിട്ട് ഒരുപാട് പേര് തിരുവല്ലയ്ക്ക് പോകും. Haven't you heard about those people who are pushing many people to go to a particular place? They don't go to that place, but they push many people to go to that place. കാരണം അവർക്ക് പോകാൻ ഉദ്ദേശമില്ല, മറ്റുള്ളവരെ പറഞ്ഞു വിട്ടാൽ മതി. Because they have no intention to go to that place, but they want to send many people to that place. അതുകൊണ്ട് ആത്മീക ശുശ്രൂഷയിൽ എത്ര ശക്തമായി ഉപയോഗിക്കപ്പെട്ടാലും ബിലെയാമിന്റെ കഴുത പോലെ ഉള്ളൂ, അതിന് സ്വർഗ്ഗത്തിൽ സ്ഥാപനമൊന്നുമില്ല. So how much ever the Holy Spirit has used you to bring people to the faith, you are just like Balaam's donkey. There is no more importance than that. ബിലെയാമിനേക്കാൾ നല്ല പ്രവാചകനായിരിക്കും, പക്ഷെ നിത്യജീവനിൽ കാണുക. You might be a better prophet than Balaam, but you might not be there in the kingdom of God. അതുകൊണ്ട് ആത്മിക ജീവിതത്തിന്റെ പ്രാധാന്യത അല്ലെങ്കിൽ ക്രൈറ്റീരിയ നമ്മിലൂടെ ദൈവം എത്ര പ്രവർത്തിച്ചു എന്നുള്ളതല്ല, എന്നിൽ ദൈവം എത്ര രൂപാന്തരം വരുത്തി എന്നുള്ളതാണ്. The importance of spirituality is seen in how much transformation God has done in your life, and not in how many souls you have brought into the kingdom of God. നമ്മളിലൂടെ ദൈവത്തിന് പല പ്രവൃത്തിയും ചെയ്യാൻ പറ്റും. അത് നായിച്ചെ കിട്ടിയാലും തവളെ കിട്ടിയാലും പേനിനെ കിട്ടിയാലും ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. പക്ഷേ ദൈവീകത നമ്മിൽ ഉളവാകുവാൻ നാം രൂപാന്തരപ്പെട്ടേ മതിയാവും. If the real work of God is seen in the transformation God is bringing in your life, and not in how many souls you are bring to the faith. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിനാണ് പ്രാധാന്യത. ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ദൈവവേലക്കാരനാണ് എന്നതിനേക്കാൾ എനിക്ക് അഭിമാനം ഞാൻ ദൈവ പൈതലാണ് എന്നുള്ളതിലാണ്. I take more pride in being a child of God rather than saying that I am a minister in the kingdom of God. കാരണം ഒരു വേലക്കാരനായിരിക്കുന്നതിനേക്കാൾ മകനായിട്ടിരിക്കുന്നത്. It is more honorable to be a son than to be a servant. കർത്താവ് വന്നത് സ്വർഗത്തിലേക്ക് 10 വേലക്കാരെ റിക്രൂട്ട് ചെയ്യാനല്ല, സ്വർഗത്തിലേക്ക് തന്റെ മക്കളെ ചേർത്തുകൊള്ളാനാണ്. The Lord has come not to recruit some servants. He has come to call some people to be his sons.
സ്വർഗത്തിൽ ഒരൊറ്റ പാസ്റ്ററേ ഉള്ളൂ. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വലിയ ഇടയനായ നമ്മുടെ നാഥൻ. ബാക്കിയുള്ളതൊക്കെ അവിടുത്തെ മക്കളാണ്. In heaven, there is only one pastor, that is none other than the great shepherd, the Lord Jesus Christ. Every other person are children of God. അതുകൊണ്ട് തന്നെ ദൈവ പൈതൽ എന്ന നിലവാരത്തെ നാം ശക്തമായി സൂക്ഷിക്കേണ്ടതുണ്ട്. That is why you have to very closely keep that position that you are the son of God or a child of God. വിശ്വാസത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടത് ഈ ഒരു ആത്മീയതയുടെ വീക്ഷണമാണ്. അതല്ലാതെ അതികുറഞ്ഞു ഒന്ന് വെച്ച് കോംപ്രമൈസ് ചെയ്യരുത്. That is a spiritual insight that you have when it comes to contenting for the faith. പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടുകയെന്നോ ആത്മീയതയിൽ ഭൗതികമായി ഒന്നും കിട്ടുകയെന്നോ ഞാൻ അർത്ഥമാക്കുന്നില്ല. I'm not saying that you cannot pray and receive things in your life. ഈ ശരീരത്തിന് വായുവും ഭക്ഷണവും ആവശ്യമുള്ളിടത്തോളം കാലം ഭൗതികമായ കാര്യങ്ങളും നമുക്കിവിടെ ആവശ്യമാണ്. So as long as you are living in this body, you need food and you need other materialistic blessings as well. അതുകൊണ്ട് നമുക്ക് വേണ്ടതൊക്കെയും ദൈവം കരുതുമെന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ. And we can be sure that the Lord will provide everything that is required for this life. കർത്താവ് ഒരിക്കൽ ചോദിച്ചു, കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലേ നീ? Didn't the Lord once say that for a coin don't you get two birds? അപ്പൊ 2 കാശിന് എത്രയാണത്ര കിട്ടണമായിരുന്നു? So for 2 coins you should get 4 birds. എന്നാൽ അവിടെ പറഞ്ഞു 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലേ? So there he says that for 2 coins don't you get 5 birds? ഏറിയ ആ കുരികിലിനേക്കാൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കിട്ടിയ ആ കുരികിലിനേക്കാൾ. So then he's talking there about an extra bird. എന്ന് പറഞ്ഞാൽ കാശിന് 2 കാശിന് 4 വരണ്ടടുത്ത് 5 കിട്ടി. അര കാശിന് വിലയില്ലാത്ത കുരികിലിനെ എന്റെ സ്വർഗസ്വനായ പിതാവിന് തീറ്റാൻ അറിയാമെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ സ്വർഗത്തിലെ ദൈവം കരുതുകയില്ലെന്ന് കർത്താവ് ചോദിച്ചു. If the Lord can take care of that small bird, why wouldn't the Lord not take care of you, a child of God? ആ വിധത്തിൽ നമുക്ക് നമ്മുടെ കർത്താവ് ഭൗതികമായ കാര്യങ്ങളും കരുതിക്കോളും. In that way, the Lord will take care of our materialistic needs as well. അതിന് പ്രത്യേക റിസോഴ്സ് ഒന്നും ആവശ്യമില്ല. You don't need any particular resource for that. ഒരിക്കൽ കർത്താവ് ചോദിച്ചു, ലോകത്തിലെ സകല പണവും റിസോഴ്സും ഉള്ള ശലോമോൻ അവിടെ ഇല്ലേ? ഉണ്ട്. Once didn't the Lord say Solomon is a person who had all the resources in his life? അവൻ അണിഞ്ഞൊരുങ്ങി അവന്റെ അരമനയിൽ നിന്നിങ്ങോട്ട് ഇറക്കി വരട്ടെ. Let him come fully dressed out from his palace. അവന് വേണ്ട റിസോഴ്സ് എല്ലാം ഉപയോഗിച്ച് അവൻ പരമാവധി മിനുങ്ങി ഇറങ്ങി വരട്ടെ. Let him use all of his resources and come out all decorated. ഒരു മനുഷ്യൻ ചവിട്ടാത്ത ചെളിക്കകത്ത് നിന്ന് ഞാൻ ഒരു താമര പൊക്കിക്കൊണ്ടുവരാം. I want to tell you about a lotus that is standing in the water. ഒരു മനുഷ്യൻ പോലും ഒരു റിസോഴ്സും ഇല്ലാത്തടത്തുനിന്ന് ഞാൻ അത് കൊണ്ടുവരാം. Where there is no resources, it is coming on its own. എന്നാൽ ഈ താമരയുടെ അത്രയും ആ ശലോമോൻ എത്താൻ പറ്റൂല. But he did mention that Solomon is not as beautiful as that lotus that is coming out of that dirt. ദൈവത്തിന് ഒരു കാര്യം ഉണ്ടാക്കുവാൻ ഭൂമിയിലെ ഒരു റിസോഴ്സും വേണ്ടതില്ല. ആ വിധത്തിലുള്ള ഒരുവൻ നമുക്ക് അപ്പനായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം, ദൈവം എനിക്കായി കരുതിക്കൊള്ളൂ. If God wants to do something, he does not need any resources. Such an almighty person is telling you that he is enough for all of your materialistic needs. അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമുക്കൊരു ടെൻഷന്റെ ആവശ്യമില്ല. Since he is taking care of us, we don't need to be worried or be tensed about anything. അതുകൊണ്ട് ഭൗതിക നന്മകൾ നമുക്ക് ലഭിക്കും എന്നതുകൊണ്ട് നാം അതിൽ ആശ്രയിക്കുന്നവരൊന്നുമല്ല. അത് ഈ മുങ്ങുന്ന കപ്പലിൽ നിന്ന് എത്ര വാരിക്കൂട്ടുന്നു എന്നത് വലിയ കാര്യമൊന്നുമല്ല. So we do not need to be so concerned about the material blessings that the Lord is giving us. He is sure and certain to give all these blessings in our life. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന നിത്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവബോധമില്ലാതിരുന്നാൽ ഭൗതികതയിലേക്ക് കണ്ണ് തിരിഞ്ഞു പോകാനുള്ള സാധ്യത ഇതിനു മുമ്പിലുണ്ട്. So if you are not concerned about the spiritual things or the spiritual blessings that the Lord is giving you, your eyes can turn into the materialistic blessings. അതുകൊണ്ട് ദൈവം ഒരിക്കലായി തന്ന വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്കൊരു പ്രത്യേക കൺസേൺ അല്ലെങ്കിൽ ഒരു പ്രത്യേക താല്പര്യം അതിന്മേൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വളരാൻ കഴിയില്ല.
We need to have a special interest for the things that the Lord has once placed, or the faith that the Lord has once placed in our life. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ VSS റോക്കറ്റ് വിട്ട പോലെ നേരെ മുകളിലേക്ക് പോകുന്നൊന്നുമല്ല. Spiritual life is not like a rocket that goes in a few seconds all the way up. ഓക്കെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഗ്രാഫ് വരയ്ക്കാന്ന് വിചാരിക്കും. Okay, let's think about drawing a graph of our spiritual life. എല്ലാവരും മനസ്സിൽ ഒരു ഗ്രാഫ് എടുത്തിട്ട് ആ രക്ഷിക്കപ്പെട്ട ഡേറ്റ് അവിടെ ഒന്ന് ഡോട്ട് ചെയ്യുക. Think of your spiritual life as a graph and start with the dot. The dot being the date when you received Jesus as your Lord and Savior. 1982 ഞാൻ ഡോട്ട് ചെയ്യുന്നു. അവിടെ തുടങ്ങി ഇന്ന് നിൽക്കുന്ന ഈ കാലഘട്ടം വരെയുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുക. So I am drawing and I am putting a dot at 1982 and I am drawing a graph up until today. എങ്ങനെ ഉണ്ടാവും? നേരെ വെർട്ടിക്കലായിട്ട് നേരെ VSS റോക്കറ്റ് വിട്ട പോലെ ഉണ്ടാവും. So how will that graph be? Will it be like a rocket that is going all the way to the top? നമുക്കറിയാം ECG എടുത്ത പോലെ ഉണ്ടാവും. We know that it is going to be looking like an ECG, up and down. കാരണം അത് ഇങ്ങനെ വന്ന് അങ്ങനെ പോകുന്ന താഴോട്ട് പോയി പിന്നെ മുകളിലേക്ക് വന്ന് ഒരുപാട് അറ്റാക്ക് കഴിഞ്ഞ ഒരു ECG പോലെ കാണും നമുക്കതിന്. It will look like an ECG report where we had several attacks going up and down. എന്തുകൊണ്ടാണ് ഇത്? പലപ്പോഴും ആത്മീയമായി ഉയർന്നു, ജഡികമായി താന്നു, ആത്മീയമായി ഒന്നുകൂടെ ഉണർന്നു, ജഡികമായി താന്നു, ഇങ്ങനെയൊക്കെയാണ് ഇത് പോയത്. The reason of this is because we have been spiritual at times. Sometimes we have gone in the flesh. Again, we have become spiritual. Again, we have gone in the flesh. പക്ഷെ ആ 82 സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലെ അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇന്ന് നിൽക്കുന്ന സ്പോട്ടിലേക്ക് ഒന്ന് വരയ്ക്കണം. But let's draw a straight line from the point that you had received Christ up until now. അല്പമെങ്കിലും പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. If at all it is going up a little bit, there is a little hope in you. അല്പമോലും ലെവലിൽ നിന്ന് താഴെയാണെങ്കിൽ നിന്നെ കുറിച്ച് പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ല. If at all you have gone down that level, there is not much hope in you. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, വിശ്വാസം ഒരിക്കലായി കിട്ടിയാൽ തകർത്ത് കളയാൻ എളുപ്പമാണ്, പക്ഷേ പോരാടി നിൽക്കാൻ അല്പം ശ്രദ്ധ ആവശ്യമുണ്ട്. So always remember, this faith that is once given in you, that is very easily to be, it can easily be destroyed. But a person who is persevering and enduring for the faith, that is important. ഒറ്റ തെറ്റ് പോലും ചെയ്യാതെ ജീവിച്ചവനാണെന്നുള്ളതല്ല അന്തസ്, തിരുത്തപ്പെട്ടു വളർന്നവനാണ് എന്ന് തിരിച്ചറിയുന്നതാണ് അന്തസ്. The great thing is the person who understands his mistakes and is ready for correction and discipline in his life. യാതൊരു തിരുത്തലുമില്ലാതെ സ്വന്തം പാപത്തിൽ മനസാക്ഷി തഴമ്പിച്ചു പോകുന്ന ഒരുപാട് പേരുള്ള ഈ കാലത്ത് മടങ്ങി വരുവാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്നു നിൽക്കും. There are many people who do not want to accept correction or discipline nowadays, but if somebody who wants that correction and discipline, there is hope in his life. ഒറ്റ പാപത്തെ കുറിച്ചും ബോധം വരുത്താൻ ലോകത്തിന് കഴിയാതെ വന്ന ഒരൊറ്റ മനുഷ്യനെ ലോകത്തുണ്ടായിരുന്നുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. There is only one person in this world who could not be convicted of any sin, and that is none other than the Lord Savior Jesus Christ. എന്നാൽ പാപത്തോടും ഈ വക വിഷയങ്ങളോടും പോരാടി നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ജനം ഇവിടെ ഉണ്ട്. അതിലേറ്റ കുറച്ചിലുണ്ടാകാം, പക്ഷേ മറച്ചു വെക്കുന്നവനല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ്. So let us understand that a person who wants to identify his mistakes in his life and wants correction, he is the one who is going to be blessed. അതുകൊണ്ട് തന്നെ ആത്മീക ജീവിതത്തിന്റെ ഈ ഒരു വേരിയേഷൻസ് ഉണ്ടായാലും വളർച്ചയുടെ നിലവാരം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയണം. So even if we find a variance in our spiritual life, we can see a growth over there. ഈ വളർച്ച ഇല്ലാതെ വരുമ്പോഴാണ് സഭയ്ക്ക് ഇവരൊരു തലവേദനയായി മാറുന്നത്. When we don't see the spiritual growth in a person, that is when a person becomes a headache for the church. കാരണം എന്താണെന്ന് വെച്ചാൽ സഭയിലുള്ളത് വീണ്ടും ജനിച്ചവരുടെ കൂട്ടം. Because the church is a group of people who are all saved. വീണ്ടും വീണ്ടും ജനിച്ചവരുടെ കൂട്ടമാണ്. പക്ഷേ ഇന്നത്തെ പലതും വീണ്ടും ജനിച്ചവർ മാത്രമല്ല, വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ചവരും കൂടെ ഉണ്ട്. Because in the church now we see not only the people who are just born again, വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ച അടുത്ത തലമുറ കൂടെയുണ്ട്.
Yeah, there are also people who are just born in the house. They are not just. അവർക്ക് ആ അനുഭവം പേഴ്സണൽ ആയിട്ടില്ല. അവർക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിലെ പശ്ചാത്തലം മാത്രമേ അറിയുള്ളൂ. They do not have that experience in their life. They just know about being born in a praying home. കാരണം അവരൊക്കെ ഏതെങ്കിലും സമുദായത്തിൽ നിന്നോ മറ്റുള്ളടത്തു നിന്നോ സഡൻലി വേർതിരിച്ചു വന്നവരല്ല. ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഗ്രാജുവൽ ആയി പോകുന്നവരാ. There are people who are seen all of this right from birth. So they have not come from other Episcopal churches. ഒരു ഡേറ്റ് കൃത്യമായിട്ട് പറയാനില്ലെങ്കിലും ഒരു അനുഭവം കൃത്യമായിട്ട് പറയാനില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായിരിക്കും. If you cannot specifically say a date as to when you were born again, at least you should have a born again experience in your life. അത് ഇല്ലാതെ വരുന്ന പക്ഷം നമുക്കറിയാം ഒരു വിധത്തിലും സ്വർഗരാജ്യത്തിന്റെ അനുഭവം നമുക്കുണ്ടാകാതെ പോകും. So if you are not able to give that spiritual experience, that means that you are not really experiencing the kingdom of God in your life. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ഇല്ലാത്ത ഒരുപാട് പേര് സംഘടനയുടെ തലപ്പത്തുണ്ട്. So we know that many people who are really not in the faith, they are great people in the organizations. അവരെ സംബന്ധിച്ചിടത്തോളം അവരേത് കുതന്ത്രങ്ങൾക്കും മനസാക്ഷി കുത്തില്ലാത്തവരാണ്. Those people are ready to do any and everything in the church and even other places. കാരണം അവർക്ക് ലഭിച്ച വിശ്വാസമോ അതിന്റെ വിഷയമോ ഒക്കെ പണ്ടേ പോയിരിക്കുന്നു. Because they have really lost the faith in their life long time back. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരിക്കുന്ന കസേരയുടെ വലിപ്പമല്ലാതെ അതിനപ്പുറമൊന്നും ഇല്ലാത്തതിനാൽ അതിന് കീഴിലുള്ളവരും അവരെ പോലെ ആകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. These people are people who really want positions in their life and they expect other people also to follow them. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. That is why such people will never understand when I say contending for the faith. ഇത് യൂദയുടെ ലേഖനത്തിൽ നമുക്കുള്ള ഒരു പ്രധാന ഉത്തരവാദിത്തം ദൈവം ഒരിക്കലായി തന്നു, നമ്മൾ ഇത് കാത്ത അവസാനം വരെ കൊണ്ടുചെല്ലേണ്ടതുണ്ട്. So that is why this is very clearly mentioned over here. Contending for the faith means that God has once given you the faith and you have a responsibility to continue for the faith. ആത്മിക വിഷയങ്ങളുടെ ഒക്കെ പ്രത്യേകത ദൈവം നമുക്ക് തന്നതും നാം വളർത്തിയെടുക്കുന്നതുമാണ് ആത്മീയത. Spirituality is mainly about what God has given us once and how we grow in our spiritual life. ക്രിസ്തുവിനെ നമുക്ക് തന്നു, ക്രിസ്തു നമ്മിൽ വളരണം, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. Christ has been given to us. Christ has to now grow in our life. That is our responsibility. പ്രാർത്ഥന ദൈവം നമുക്ക് തന്നു, പ്രാർത്ഥനയിൽ നാം വളരണം, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. Prayer has been given to us by God. Now we have to grow in prayer. That is our responsibility. സ്നേഹം ദൈവം നമുക്ക് തന്നു, പക്ഷേ സ്നേഹത്തിൽ വളരുക അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. Love has been handed over from God to us, but now it is our responsibility to grow. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വിശ്വാസം തന്നു, പക്ഷേ അതിൽ വളരുക നമ്മുടെ റെസ്പോൺസിബിലിറ്റി. Faith has been given to the holy saints once, but it is our responsibility to grow in that faith. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടതിനെ ഫ്രോസൺ ആക്കി വെക്കാൻ അല്ലത് തന്നത്, അതിൽ വളരുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. What is once given to us, we have a responsibility to grow in that and not to be frozen in that. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ സകലതും ദൈവത്തിന്റെ ദാനവും നമ്മുടെ ഉത്തരവാദിത്വവുമാണെന്ന് തിരിച്ചറിയണം. So all spiritual things are a gift from God and it is our responsibility to grow in each and every one of that. അതിൽ നിലനിൽക്കുക, അതിൽ വളരുക എന്നത് നമുക്കുണ്ടാകേണ്ടുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. To continue and grow in that is our responsibility as children of God. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വിശ്വാസം എന്നാൽ എന്താണ് എന്ന വിധത്തിൽ ഒന്ന് ചിന്തിക്കാം. If the Lord permits, in the next few days we will understand what is the real meaning of faith. പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിന്റെ കാലത്തിൽ ഉണ്ടായിരുന്നോ, ഇന്ന് അതിന്റെ ആവശ്യകത എന്ത് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. So we need to understand what is its importance in the time of the law and what is its importance now. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, രക്ഷിക്കപ്പെട്ടതിൽ അഭിമാനം തോന്നുക, കാരണം ഇത്ര വിലപ്പെട്ട ഒരു വിശ്വാസം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. So you need to be honored about the fact that you have been born again and you are in the faith. നാം നിസാരക്കാരായിരുന്നു, പക്ഷെ ഇന്ന് നാം വിലപ്പെട്ടവരായി. എങ്ങനെ? ദൈവം നമുക്ക് വിലപ്പെട്ട മാന്യമായ ഒരു വിശ്വാസം തന്നു. You are of no value, but now you are of value because God has given you this faith once. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ, വളരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. So may the Lord give us grace to take up this responsibility in our life. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
If the Lord permits, let us continue in this subject. May the Lord bless each and every one.